ഹായ്, ഡ്രീം ഇറ്റ് ബിലീവ് ഇറ്റ് വീഡിയോയിലോട്ട് സ്വാഗതം. മോട്ടിവേഷണൽ ടിപ്സ് ആൻഡ് സ്റ്റോറീസുമാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരു എക്സൈറ്റിംഗ് സ്റ്റോറീസുമായി കടന്നു വരാം. ഒരു നീതിമാനായ ഭരണാധികാരി ഒരു സുപ്രഭാതത്തിൽ തൻ്റെ ഭൃത്യനെ വിളിച്ചുകൊണ്ട് നാടിൻ്റെ ഏതോ ഭാഗത്തുള്ള ഒരു കുഗ്രാമത്തിലെ ഒരു മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിൻ്റെ കറക്റ്റ് സ്പോട്ടടക്കം ഈ ഭരണാധികാരി ഭൃത്യന് പറഞ്ഞു കൊടുത്തു. ഭൃത്യൻ മറ്റ് സംഘത്തോടൊപ്പം ചേർന്ന് ഈ മനുഷ്യനെ അന്വേഷണം നടന്നു. അങ്ങനെ ഏതോ ഉൾപ്രദേശത്ത് ഒരു മനുഷ്യനെ, രാജാവ് പറഞ്ഞു കൊടുത്ത അടയാളങ്ങളുള്ള ഒരു മനുഷ്യനെ കണ്ടെത്തി. പേടിച്ചരണ്ട ഈ മനുഷ്യനെ രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കി. എന്തിനാണ് തന്നെ വിളിച്ചത് എന്നറിയില്ല. അദ്ദേഹം രാജാവിന് മുമ്പിൽ എത്തിയപ്പോൾ രാജാവ് അദ്ദേഹത്തിനോട് തൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ പറഞ്ഞു. ആ സമയത്താണ് തലേന്ന് രാത്രി ഉണ്ടായിരുന്ന സംഭവങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യന് ഓർമ്മ വരുന്നത്. അദ്ദേഹം തൻ്റെ കഥ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. താനൊരു ചെരുപ്പ് കുത്തി ഉപജീവനം നടത്തുകയാണ്. അങ്ങനെ മാസങ്ങളോളം തൊഴിൽ ഇല്ല. ഞാൻ സ്വരൂപിച്ചു കൂട്ടിയ ഭക്ഷണപദാർത്ഥങ്ങളിൽ നിന്ന് ഓരോ ദിവസത്തേക്കും ആവശ്യമായത് എൻ്റെ കുടുംബത്തിന് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നലെ രാത്രി ഒരു ദിവസത്തേക്ക് മാത്രം ഭക്ഷണം എൻ്റെ കയ്യിലുള്ളൂ. ആ സമയത്താണ് എൻ്റെ ഭാര്യയ്ക്ക് നല്ല വേവിക്കുന്ന മാംസത്തിൻ്റെ ഗന്ധം അവൾക്ക് എത്തിയത്. മാംസം വാങ്ങാനുള്ള കാശ് എൻ്റെ കയ്യിലുള്ള, പിറ്റേന്നേക്കുള്ള ഭക്ഷണ സാധനം മാത്രമേ സ്റ്റോക്കുള്ളൂ. ഇദ്ദേഹം തൻ്റെ അയൽവക്കത്തെ വീട്ടിലോട്ട്, ഈ വാസന വന്ന വീട്ടിലോട്ട് കയറി ചെന്നു. അപ്പോൾ അവിടെ കണ്ടത് ആ വീട്ടിലുള്ള 2 ചെറിയ കുട്ടികളും ഒരു മാതാവും മാത്രമേ ഉള്ളൂ. പിതാവില്ല. ആ സ്ത്രീ അടുപ്പത്ത് എന്തോ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. സൂക്ഷിച്ചു നോക്കുമ്പോൾ അതിൽ വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തോട് ഈ സ്ത്രീ പറയുകയാണ്, എൻ്റെ ചെറിയ മക്കൾക്ക് വേറെ ഭക്ഷണമൊന്നുമില്ല. എന്തെങ്കിലും സമാധാനിപ്പിക്കാൻ ഈ അടുപ്പത്ത് തീ കത്തിച്ച് വെള്ളം ചൂടാക്കുകയാണ്. അവർ കിടന്നുറങ്ങിയാണെങ്കിൽ ഈ വെള്ളം ഞാനെടുത്ത് പുറത്തു വെക്കും. ഇത് കേട്ടപ്പോൾ ഇദ്ദേഹം ഒന്നും ചിന്തിച്ചില്ല. തൻ്റെ വീട്ടിൽ പിറ്റേന്നേക്ക് സ്റ്റോക്ക് ചെയ്ത ഭക്ഷണപദാർത്ഥങ്ങൾ ഒരു മടിയും കൂടാതെ ഓടിച്ചെന്ന് എടുത്തുകൊണ്ടുവന്ന് ഇവർക്ക് അതിൽ നിന്ന് ആവശ്യമായ ഭക്ഷണപദാർത്ഥം തയ്യാറാക്കി കൊടുത്തു. ഇവർ സന്തോഷമായി കഴിച്ചു. ഇതിനുശേഷം ഈ സ്ത്രീ ഇവരോട് പറയുകയാണ്, നിങ്ങൾ ആണ് ഏറ്റവും നല്ല മനുഷ്യൻ. നിങ്ങൾക്ക് ദൈവം നിങ്ങളെ കൈവിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാജാവ് ചോദിച്ചു, പിന്നീട് ആ സ്ത്രീ നിങ്ങളോട് എന്താണ് പറഞ്ഞത്? ഇയാൾ മടിച്ച് പറയാൻ ശ്രമിച്ചു. പക്ഷേ ഇയാൾക്ക് മടി കാരണം പറയാൻ സാധിച്ചില്ല. അപ്പോൾ രാജാവ് തന്നെ പറയുകയാണ്, ഈ നാട്ടിലെ ഭരണാധികാരിയായ നിങ്ങളാണ് എന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? അതെ, പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാജാവിന് ചോദിച്ചു, രാജാവ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ആ പ്രദേശത്ത് വന്നപ്പോൾ അതിൻ്റെ അടുത്തൊരു അപരിചിതനെ കണ്ടില്ലേ? അത് ഞാനായിരുന്നു. ഞാൻ ഈ നാട്ടുകാരുടെ സുഖവിവരം അന്വേഷിക്കാൻ നടക്കുകയാണ്. അപ്പോഴാണ് നിങ്ങളെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് നിങ്ങളെ ഭൃത്യനെ വിട്ട് എൻ്റെ മുമ്പിൽ ഹാജരാക്കിയത്. ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യൻ കൂടുതൽ പേടിയായി. ഇനി എന്തൊക്കെ പുലിവാലി പിടിക്കുകയാണെന്ന് അറിയില്ല. അദ്ദേഹം ഈ മനുഷ്യനോട് പറയുന്നു, ഇനി നിങ്ങൾ വിഷമിക്കേണ്ട. ഇവിടുത്തെ പ്രധാനമന്ത്രി നിങ്ങളാണ്. നിങ്ങളുടെ കുടുംബത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാം.
എല്ലാ വിഭവങ്ങളും നിങ്ങൾക്കിവിടെ ലഭ്യമാണ്. അങ്ങനെ സുന്ദരമായി സുഭിക്ഷമായി ആ നാട് ഭരണം നടത്തിക്കൊണ്ടിരിക്കും. താങ്ക്സ് ഓൾ. ഇത്തരം ടിപ്സ് ലഭിക്കാൻ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ വരാം. താങ്ക്സ് ഓൾ.